ഇന്ന് ഞാൻ വന്നത് കുറച്ച് റൈസിന്റെ റെസിപ്പീസുമായിട്ടാണ് കേട്ടോ. 5 ദിവസത്തേക്ക് പറ്റുന്ന 5 തരത്തിലുള്ള റൈസസ്. പല കുട്ടികൾക്കും ചോറും കറിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയുന്ന കുട്ടികൾക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പീസാണ്. ഇതെന്തായാലും ഇഷ്ടാവും. അപ്പൊ കണ്ടു നോക്കൂ. അപ്പൊ നമ്മുടെ റൈസിലെ ആദ്യത്തെ ഐറ്റം ചനാ തവ പുലാവാണ്. അപ്പൊ അത് ഉണ്ടാക്കിയാലോ? ചനാ തവ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി അട്ടന്ന് വെച്ചിരിക്കുന്ന അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഗീ ഒന്ന് നന്നായി ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായി പൊട്ടണം, ഇല്ല എങ്കിൽ പച്ച ടേസ്റ്റ് ഉണ്ടാവും. ജീരകം നന്നായി പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക്, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ആണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ ജിഞ്ചറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണ്ടവർക്ക് ഇതിന് പകരം അത് ഉപയോഗിക്കാട്ടോ. ഇതിന്റെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നമുക്ക് ഇളക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും 2 ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ഇതിനെ സോട്ട് ചെയ്യണം. കുറച്ച് ഉപ്പ് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം വേഗം സോട്ട് ആവാനായിട്ട്. ഓൾറെഡി ചനയിലും റൈസ് വേവിക്കുമ്പോഴും ഒക്കെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ കൊറിയാൻഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില, ഈ റെസിപ്പിയിൽ കുറച്ച് മല്ലിയില നല്ലവണ്ണം ഇടണം കേട്ടോ. നന്നായി നമുക്കിതിപ്പോ ആയിട്ടുണ്ട്, നല്ലവണ്ണം ഗോൾഡനിഷ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് ടൊമാറ്റോ പ്യൂരിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചതാണിത്. ഇതിന്റെ പച്ചമണം മാറുന്നവരെ, ഈ വെള്ളമൊക്കെ ഫുള്ള് ഡ്രെയിൻ ഔട്ട് ആവുന്നവരെ നമുക്കിതിനെ വഴറ്റണം. ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. ഒരുപാട് കൂട്ടി വെച്ചാൽ കരിയുകയുള്ളൂ. അപ്പൊ ഇതിത്തെ ഫുൾ വെള്ളം പോയിട്ടില്ല. നമുക്കൊന്നും കൂടി അതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഞാൻ ഷുഗർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷുഗർ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിനെ ഒന്നും കൂടി കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഇപ്പൊ ഇത് ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിത്തെ വെള്ളമൊക്കെ പോയി ഇത് നല്ലൊരു പേസ്റ്റ് ആയി മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടുതൽ വേണ്ട, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചന മസാല, ചോള മസാല എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നില്ലേ, അതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നല്ല കളറിനും എരിവിനും ഒക്കെ കൂടി 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചില്ലി പേസ്റ്റ് ഇല്ലാത്തവർക്ക് ചില്ലി പൗഡർ ഇടാട്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാ മസാലയും എല്ലാ സ്ഥലത്തും ആവണം. എണ്ണ വേണ്ടവർക്ക് എണ്ണയോ ഗീയോ ഇടാട്ടോ. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിയുടെ ഇലയും കൂടി നമുക്കിപ്പോ ഇട്ട് കൊടുക്കാം, ആഡ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട്, ആ പച്ച ടേസ്റ്റ് ഒന്നും മസാലയുടെ ഉണ്ടാവാൻ പാടില്ല. അതിലേക്ക് 1 കപ്പ് ബോയിൽ ചെയ്തിട്ടുള്ള വൈറ്റ് ചനയാണ്, ഒരു 1/2 ഗ്ലാസ് ചന ഉണ്ടാവും കേട്ടോ. അതിനെ നമുക്ക് നന്നായി ഒന്ന് എല്ലായിടത്തും മസാലയൊക്കെ പിടിക്കുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഒരുപാട് ഈ ചനാ തവ പുലാവ് ഒരുപാട് കുത്തുന്ന മസാലയുള്ള ഒരു റെസിപ്പി അല്ല കേട്ടോ. അതുകൊണ്ട് മസാല കൂടുതൽ വേണ്ടവർ മസാല കുറച്ച് കൂടുതലൊക്കെ ആഡ് ചെയ്യണേ. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യോ ഓയിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാം. ഞാൻ വളരെ കുറച്ചാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ഇനി ഇതിനെ നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ആ ചനയിലേക്ക് എല്ലാ മസാലകളും പിടിക്കട്ടെ. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പൊ ഇതിലേക്ക് എല്ലാ മസാലയും ഏകദേശം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഞാനിതൊരു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, ലോ ടു മീഡിയം ഫ്ലെയിമില്. ഇനി നമുക്ക് 1 കപ്പ് ബോയിൽ ചെയ്തിട്ടുള്ള റൈസ് ആണ്. ഉപ്പിട്ട് കുറച്ച് ഒരു 2 വേവിക്കുമ്പോ തന്നെ ഞാൻ ഉപ്പ് ഇട്ട് 2 ബേ ലീവ്സും 2 ഏലക്കായൊക്കെ ഇട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലേവർ ഉള്ള റൈസ് ആയിരിക്കും. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചനയുടെ ഡബിൾ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഞാൻ റൈസ് ആഡ് ചെയ്തിട്ട്. ഇതെല്ലായിടത്തും മസാല എല്ലാ സ്ഥലത്തും ആവുന്ന പോലെ തന്നെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ മിക്സ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ലെമൺ എടുത്ത് ഞാൻ ലേശം എല്ലാ സ്ഥലത്തും ആവുന്ന പോലെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ലെമൺ സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും കൂടി ഈ റൈസിന് കിട്ടും. കുറച്ചും കൂടി മല്ലിയിടയിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യൊന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഒഴിക്കുന്നില്ല, എല്ലാ സ്ഥലത്തും ആവുന്ന പോലെ നമുക്ക് ഡ്രിസിൽ ചെയ്ത് കൊടുത്ത് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ കവർ ചെയ്ത് സിമ്മിലാണ് കുക്ക് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ടാവും ഇത്. ഇതിന്റെ നല്ലവണ്ണം ആ ഫ്ലേവർ ഒക്കെ റൈസിലേക്കും എല്ലാറ്റിലേക്കും നന്നായി ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ആ എല്ലാറ്റിനെയും ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാരങ്ങയൊക്കെ ചേർത്തിയതായിരുന്നല്ലോ, അപ്പൊ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ ഇതിനെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഞാനൊരു കുക്കുംബർ റൈത്തയും പപ്പടവും ഒക്കെ കൂടിയാണ് കഴിക്കുന്നത്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചന തവ പുലാവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു. രണ്ടാമത്തെ റൈസ് ചീര കൊണ്ടൊരു റൈസാണ് കേട്ടോ, സ്പിനാച്ച് റൈസ്. നമുക്ക് നോക്കാം. ഗ്രീൻ റൈസിനായിട്ട് ഞാനൊരു തനി നാടൻ ചീരയാണ് ഉപയോഗിക്കുന്നത്. ചീര കൊണ്ട് എങ്ങനെയാണ് ഒരു അടിപൊളി ഗ്രീൻ കളർ റൈസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നാടൻ ആയിട്ടാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി അതിനെ നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാവട്ടെ. ചൂടായതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചോക്കട്ടെ. ഇനി ഒരു ചുവന്ന മുളക് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒന്ന് സോട്ടായി വരട്ടെ. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് സോട്ടാക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒനിയൻ ആണ് ഇടുന്നത്. ചെറുതായി കട്ട് ചെയ്തതാണ്. അതിനെയും നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ചീര എല്ലാവർക്കും നല്ലതാണ് ആരോഗ്യത്തിന്, വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ. ചില കുട്ടികൾ കഴിക്കാൻ മടിക്കും. ഉപ്പും നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി സോട്ടാവട്ടെ. ഇപ്പൊ ഏകദേശം സോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചീര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീരയുടെ ക്വാണ്ടിറ്റി കൂട്ടാം. ഇനി ഇതൊന്ന് വേവട്ടെ. ചീര എല്ലാം കൊണ്ടും നല്ലതാട്ടോ കുട്ടികൾക്കൊക്കെ. ഇനിയിപ്പോ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് റൈസാണ് ആഡ് ചെയ്യുന്നത്. റൈസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് കളർ ചേഞ്ച് ഡിഫറൻസ് വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ നന്നായി ഒന്ന് സോട്ട് ചെയ്തിട്ട് റെഡിയാക്കാം. ഒരു 2-3 മിനിറ്റ് ഈ ചോറിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് കുക്കാവണം. ചോറിൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് കുക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് പിന്നീട് അധികം ഉപ്പ് ചേർക്കാത്തത് കേട്ടോ. ഇത് നന്നായി ചേർന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ റൈസും റെഡിയാണ്. ഇനി ഇതിനെ നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് ഇടാം. അപ്പൊ നമ്മൾ അതിനെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത റൈസ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പനീർ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. വളരെ ഈസി, ടേസ്റ്റി. അപ്പൊ നമ്മുടെ പനീർ പീസ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലുമാണ് ഇടുന്നത് കേട്ടോ. ഇതിൽ തന്നെയാണ് നമ്മൾ മൊത്തം സാധനങ്ങളും വറുത്തെടുക്കുന്നത്. ഇതൊന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കാഷ്യൂനട്ട് വറുത്തെടുക്കാം. ഇത് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാനുള്ള കാഷ്യൂനട്ടാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കിസ്മിസും കൂടി ഇതിന്റെ കൂടെ ഉപയോഗിക്കാം. ഇതായിട്ടുണ്ട്, ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പനീറിന്റെ ക്യൂബിനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഒരുപാട് പനീർ സോട്ട് ചെയ്യരുത് കേട്ടോ, അപ്പൊ അത് കട്ടിയായി പോകും. നമുക്കിത് വാങ്ങിയെടുക്കാം. എന്നിട്ട് ഇതേ ഇതിൽ തന്നെ നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും ഒരു 2 ടീസ്പൂൺ ഗാർലിക്കും പിന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി സോട്ട് ചെയ്തതാണ്. ഞാനൊന്ന് മിക്സിയിലെടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്തതായിരുന്നു. അതിന്റെ കൂടെ നമുക്ക് 1 കപ്പ് ഒനിയൻ ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്നാവട്ടെ. വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി വരണ വരെ നമുക്കിടാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇത് നന്നായി ഒന്നാവണം. ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതിന്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ ഉള്ളി ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് 1 കപ്പ് ടൊമാറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ടൊമാറ്റോ ഞാൻ ഇടുന്നില്ല കേട്ടോ. ഇനി ഇതും ടൊമാറ്റോ നല്ലവണ്ണം ഒന്ന് സോട്ടായി അതിനോട് മാഷായി ജോയിൻ ചെയ്യുന്നവരെ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ ടൊമാറ്റോ മാഷായി കിട്ടും. അപ്പൊ ടൊമാറ്റോ ഇപ്പൊ നന്നായി ഒന്ന് മാഷായി വന്നിട്ടുണ്ട്. കണ്ടോ, അതിന്റെ ഇതൊക്കെ ചേഞ്ചായി അതിനോടുകൂടി നന്നായി ചേർന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം അധികം പുളിയില്ലാത്ത തൈരാണ് ഇടുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ ഞാൻ ബോംബെ ബിരിയാണി മസാലയാണ് ഉപയോഗിക്കുന്നത്. അതില്ല എങ്കിൽ നോർമൽ ബിരിയാണി മസാലയോ എന്തെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ ഇത് നന്നായി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി അതിന്റെ കൂടെ ഒന്ന് മിക്സായി. ഇനി അതിലേക്ക് 1 കപ്പ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് സോട്ടാവട്ടെ. വറുത്ത് വെച്ച പനീറും ഇത് തന്നെ നല്ലൊരു കറി പോലെ ഉണ്ടാവും കേട്ടോ. ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിതിനെ 1-2 മിനിറ്റ് അടച്ചു വെക്കാം. ഓയിലോ ഗീയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിരുന്നു മുകളില്. ഇടയ്ക്ക് ഞാൻ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറവാണെന്ന് തോന്നുമ്പോൾ കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ചോറിൽ ഓൾറെഡി ഞാൻ ഉപ്പും കുറച്ച് മസാലകളൊക്കെ ഇട്ടിരുന്നു. ഏലക്കായും ബേ ലീവ്സും ഒക്കെ കൂടി ഇട്ടിട്ടാണ് വേവിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റൈസിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ബസ്മതി റൈസാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതിനെ നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതുപോലെ റൈസ് വേവിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കുഴഞ്ഞു പോകാതിരിക്കാൻ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ റൈസ് അധികം ഓവർ കുക്ക്ഡ് ആവാതിരിക്കും. കുറച്ച് നമുക്ക് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. പുതിനയുടെ ഇലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അത് ഇടാട്ടോ. ഇനി ഇതിനെ ഒന്ന് ഒരു 5-10 മിനിറ്റ് നമുക്ക് താഴ്ത്തിയിട്ട് വെക്കാം. അപ്പൊ ഇതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ആ റൈസിലേക്കുള്ള ഫ്ലേവേഴ്സ് ഒക്കെ അതിലേക്ക് നന്നായി ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂവും കുറച്ച് നമ്മുടെ മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ അടുത്ത റൈസാണ് ഗാർലിക് റൈസാണ്. വൈറ്റ് എലിമെന്റിനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാർ അനീസും ഗാർലിക്കും റൈസും കൂടി ചേർന്നിട്ട് ഒരു സിമ്പിൾ ഐറ്റം. നമുക്ക് അതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇടുന്നത്. ഇത് നെയ്യിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. നെയ്യൊന്നാവട്ടെ. അതിലേക്ക് ഒരു സ്റ്റാർ അനീസ് ഇട്ടിട്ടുണ്ട്. സ്റ്റാറിൽ കിട്ടുന്നത് അതിന്റെ ഫ്ലേവർ നല്ലതാ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഗാർലിക് റൈസ് ആയതുകൊണ്ട് ഗാർലിക് ഞാൻ നല്ലവണ്ണം ഇടുന്നുണ്ട്. ഇനി ആ ഗാർലിക് നന്നായി ഇതിൽ കിടന്നൊന്ന് സോട്ട് ആവട്ടെ. ഗാർലിക്കും നെയ്യും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഈ റൈസ് നമുക്ക് മഞ്ചൂരിയന്റെ കൂടെയും അതല്ലാതെ തന്നെ നോർത്ത് ഇന്ത്യൻ കറികളുടെ കൂടെയും ദാലിന്റെ കൂടെയും ഒക്കെ യൂസ് ചെയ്യാം. ജീര റൈസിന് പകരമായിട്ട് ഗാർലിക് റൈസ് യൂസ് ചെയ്യാം. നല്ലൊരു ഫ്ലേവർ ഉള്ള ഒരു റൈസാണ്. ഇനി ഇതായിട്ടുണ്ട്. നല്ലോണം റെഡ് ആയിട്ട് സോട്ട് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ റൈസ് വേവിക്കുമ്പോൾ അതിൽ ഓൾറെഡി കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പൊ ആ റൈസിന് തന്നെ ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഏലക്കായും ഗ്രാമ്പും പട്ടയൊക്കെ കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വേവിച്ചിരിക്കുന്നത്. പിന്നെ ഇത് നന്നായി ഒന്ന് സോട്ടാവട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കിതിനെ സോട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് റൈസും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ഉള്ള ഒരു റൈസ് ആയിരിക്കും ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടാവും. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേവെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്ത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ അതിനെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത റൈസ് ഒരു സ്വീഷൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. മഞ്ചൂരിയന്റെ കൂടെയൊക്കെ പോകുന്ന ഒരു അടിപൊളി റൈസ്. അപ്പൊ ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു 3 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ കുറച്ച് വേണം, എന്നാലേ ഫ്രൈഡ് റൈസ് നന്നാവുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഗാർലിക് കുറച്ച് നല്ലവണ്ണം വേണം, എന്നാലേ ഫ്രൈഡ് റൈസ് നന്നാവുള്ളൂ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഓവർ കുക്ക്ഡ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് സോട്ടായ അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പൊടിയായി അരിഞ്ഞിട്ടുള്ള
ക്യാരറ്റും, അരക്കപ്പ് ബീൻസും, അരക്കപ്പ് നീളത്തിലരിഞ്ഞ ക്യാബേജുമാണ് ചേർക്കുന്നത്. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. റൈസിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പിടാൻ. ഇനി ഇതിനെ ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് കൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ഈ എണ്ണയിലും ഗാർലിക്കിലും കിടന്ന് തന്നെ വെന്ത് കിട്ടും. അതിന് നല്ലൊരു ഫ്ലേവറും കിട്ടും. കൂടാതെ നമ്മുടെ ഫ്രൈഡ് റൈസിന് കുറച്ച് വെജിറ്റബിൾ ഒക്കെ കടിക്കുന്നതാണ് ടേസ്റ്റിന് നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്, ഒന്ന് കുക്കായിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം ആണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കവും നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഫ്രൈഡ് റൈസിന് കൊടുക്കുക കേട്ടോ. ഇത് നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. അത്രയും വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് സ്പ്രിംഗ് ഒനിയനും കൂടി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കവും സ്പ്രിംഗ് ഒനിയനും ഒന്നും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം സോട്ട് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്താൽ മതി. പൊതുവെ ഫ്രൈഡ് റൈസ് നല്ല ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവ് കുറച്ചും കൂടി വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി. ഇനി നമുക്ക് ഇടേണ്ടത് 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. സ്വീറ്റ് ആൻഡ് സോസിന് പകരം ഞാനിവിടെ റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കിയതാണ് ഇടുന്നത്. ഇതിന്റെ റെസിപ്പിയും ഇടാട്ടോ. ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിന് നല്ലൊരു കളറും ടേസ്റ്റും ഫ്ലേവറും ഒക്കെ തന്നെ കൊടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് ഒഴിക്കുന്നത്. ഈ സോയാ സോസിന് അധികം പുളിയില്ല, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ. നിങ്ങളുടെ പുളി ഉള്ളതാണെങ്കിൽ 1-1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഒഴിച്ച് നോക്കിയിട്ട് മാത്രം ഒഴിക്കുന്നതാണ് നല്ലത്. പുളി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. ഇതിനെ നല്ലവണ്ണം ആ വെജിറ്റബിളിൽ ഈ ചില്ലി പേസ്റ്റും എല്ലാം തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കാം. ചോറ് വേവിക്കുമ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുമാതിരി ചോറ് ഓവർ കുക്ക് ആവാതിരുന്ന് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വാർക്കുന്നതിന് മുമ്പ് കുറച്ച് ഓയിൽ ഒഴിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ റൈസ് എപ്പോഴും ഒലർന്ന് കിട്ടും. പിന്നെ വേറൊരു ടിപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫ്രൈഡ് റൈസിന് ആണ് റൈസ് വേവിക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 ഗാർലിക് ചതച്ചതും കൂടി ഇട്ടിട്ട് വേവിക്കാം. അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഫ്രൈഡ് റൈസിന്. ഇനി അതിലേക്ക് ആവശ്യത്തിന് സ്പ്രിംഗ് ഒനിയനും കൂടി ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക. ഇനി നമുക്കിതിനെ സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാ. അല്ല മഞ്ചൂരിയൻ ഉണ്ടെങ്കിൽ കൂടുതൽ നന്നായി. അപ്പൊ ഇതൊരു അടിപൊളിയായിട്ട് ഇന്നത്തെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.